ആ നീനു എടി ഞാൻ ഇപ്പൊ ഇറങ്ങും. ആ ഓൺ ടൈമിൽ ഞാൻ അവിടെ കാണും. നീ ആ പ്രോജക്റ്റ് ഒക്കെ നോക്കിയായിരുന്നോ? ആ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലേ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ശരി ശരി ശരി. ഓക്കേടാ ഓക്കെ, വന്നിട്ട് കാണാം. പൂട്ടിയിരിക്കുന്നു. പൂട്ടിയത് താക്കോലിതൊക്കെ ഇത് അവന്റെ പണി തന്നെയാ. അവനെ ഇതൊക്കെ ചെയ്യുള്ളൂ. അബി അബി എടാ അബി അബി അവൻ ജോലിക്ക് പോകൂല, വീട്ടിൽ കയറി അടയിരിക്കും. താക്കോല ഞാൻ ഇങ്ങനെ തുറക്കും. ശരിയാണ്, താക്കോലില്ലല്ലേ? എനിക്ക് വേണ്ട. എനിക്ക് സൈക്കിളാണോ? സൈക്കോ സൈക്കോ ഞാനേ നിന്റെ കൂടെ എന്ന് കൂടിയോ അന്ന് കൂട്ടിയാ സൈക്കോ. ഇത് അസൂയ എന്റെ അടുത്ത്. അസൂയ വരാൻ പറ്റിയ ഒരാൾ എന്ത് ഞാൻ അസൂയപ്പെടുന്നു? എനിക്ക് ജോലിയുണ്ട്, നിനക്ക് ജോലി ഇല്ല. അതെന്നെ അസൂയ. ഇതിലും വലിയ കമ്പനിയില്ലേ വലിയ പൊസിഷനിലാണ് ഞാൻ ഇരുന്നത്. കണ്ട എന്നിട്ട് ആ ജോലി എവിടെ? ഞാൻ വേണ്ടെന്ന് വെച്ചല്ല തരാത്തത്. ആര് തരാത്തത്? അവര്. ഞാൻ വേണ്ടെന്ന് വെച്ചത്. വേണമെന്നുണ്ടെങ്കിലേ നോക്ക്, അതിനേക്കാളും വലിയ പൊസിഷനിലുള്ള ജോലിയിൽ കയറാനുള്ള ഹോൾഡ് എനിക്ക് ഇപ്പോൾ ഉണ്ട് കേട്ടാ. നീ ഇത് തുറക്കുന്നുണ്ടോ ഇല്ലയോ? തുറക്കുന്നില്ല. നീ തുറക്കൂല. നീ ഇവിടെയല്ലേ പൂട്ടിയത് മോയി? ഞാൻ ബാക്ക് സൈഡിൽ കൂടെ പോവട്ടെ. എടി ഇവിടെ പൂട്ടാ അറിയാമെങ്കിൽ എനിക്ക് ബാക്കിൽ പൂട്ടാ അറിഞ്ഞൂടി. പൊട്ടി വണ്ടി തുറക്കൂല. ഞാൻ എന്തിനാ പൂട്ടിയെന്നറിയാമോ? എനിക്ക് അറിഞ്ഞൂടാ. ചോദിച്ചാലേ പറയാം. ചോദിക്ക് എന്തിനാ അഭിയേട്ടാ പൂട്ടിയെന്ന് ചോദിക്കും. എന്തിനാണോ പൂട്ടിയത്? റിവെഞ്ച്. എന്തോന്ന് റിവെഞ്ച്? എന്തിനാ റിവെഞ്ച് എന്നാ ആലോചിക്കുന്നു? എനിക്ക് ആലോചിക്കുന്നത് വയ്യ. ആലോചിക്കേ. പിന്നെ എനിക്ക് സമയം എനിക്ക് നല്ല ദേഷ്യം വന്നു കേട്ടാ. സംസാരിക്കാനായിരുന്നില്ല കേട്ടാ. വന്നില്ലേ? അകത്ത് കയറാൻ വേണ്ടി മോൻ ഇവിടെ കയറി ഇരിക്കുകയാണല്ലേ. എന്നെ കയറ്റതല്ലടാ നീ ജോളിൽ കയറി പോയത് കാറിൽ. ഇന്ന് മുഴുവൻ മോനെ ഇവിടെ തന്നെ ഇരുന്നോ? എനിക്കൊന്ന് കാണണം, അകത്ത് കയറണം.
ഇങ്ങോട്ടൊന്ന് പെട്ടെന്ന് വാടാ. അത്യാവശ്യ കാര്യമുണ്ട്, നീ ഇങ്ങോട്ട് പെട്ടെന്ന് വാ. നീ വരുന്ന വഴിക്ക്, ഹലോ ഡേ, വരുന്ന വഴിക്ക് പിന്നെ ഇവിടെ മഹിയെ കണ്ടു കഴിഞ്ഞാൽ താക്കോൽ വാങ്ങിച്ചോണ്ട് വരണേ. ഓ ശരി ശരി. സാർ പണിയെടുക്കുക തന്നെ. ഓ ഫൈൻ. ആ നടക്കട്ടെ. നീനു, സർ, ഈ മഹി എവിടെ പോയി? മഹി ഇന്നലെ ലീവാണെന്ന് പറഞ്ഞിരുന്നല്ലോ സർ. ലീവ്? അതെ, പറഞ്ഞിരുന്നല്ലോ സാറിൻ്റെ അടുത്ത്. ഞാൻ എന്നെ ഇൻഫോം ചെയ്തിട്ടില്ല. ഇന്നലെ കഫ്റ്റീരിയയിൽ വെച്ചിട്ട് ചിക്കൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ. ഓ ആ അത് ചിക്കൻ കുറച്ച് ആടായത്, അപ്പം ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇത് ലീവിനെ പറ്റിയാണ് പറഞ്ഞല്ലേ? ആ സാർ അപ്പം തന്നെ യെസ് പറയുകയും ചെയ്തു. ഓക്കെ. ആ എന്തായാലും ആര് ലീവ് എടുത്താലും നാളെ ഫയൽസ് ഫുൾ ക്ലിയർ ആയി, റിവ്യൂവിന് മുമ്പേ. യെസ് സർ. പിന്നെ സർ, മഹി വന്നില്ല സർ. അത് ലീവ് എടുത്ത ആളെന്ന് ഒന്ന്. അല്ല, ഒരു ഫുൾ ഡേ ലീവ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു സാർ. ഹാഫ് ഡേ ലീവ് മതിയായിരുന്നു. പിന്നെ അതുമല്ല, ഇവിടെ മെയിലൊക്കെ ഒരുപാട് ചെക്ക് ചെയ്യാനുണ്ട്. നാളെ റിവ്യൂ എടുക്കണ്ടല്ലേ? എക്സൽ, നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ. എല്ലാവരും ക്ലാപ്പ് കൊടുത്തേ. അതിൻ്റെ എന്തോ ആവശ്യം? അല്ല, അതിന്റെ ആവശ്യം ഞാൻ കാര്യം ഞാൻ പറയാം. ഇവിടെ എല്ലാവരും അങ്ങനെ അറിയാമോ, ഒരു ദിവസം ലീവ് എടുത്താൽ ആ ലീവിന്റെ ഹാങ് ഓവർ മാറാനായിട്ട് അടുത്ത ഒരു ദിവസം ലീവ് ഒരു വെക്കുന്നവരാണ്. നിങ്ങൾ ലീവ് വേണ്ട, ഒരു ഫുൾ ഡേ ലീവ് എടുത്തിട്ട് ഹാഫ് ഡേ അടുത്തേക്ക് തിരിച്ചു വന്നത് ആ വക്കീലിടത്തുള്ള സിൻസിയറിറ്റി അങ്ങനെ ആയിരിക്കണം. നിങ്ങൾ എല്ലാവരും കണ്ടുപഠിക്കണം. ഒരു ക്ലാപ്പും കൂടെ കൊടുക്കുക, ഒരു കുഴപ്പമില്ല. ഇത് അതൊന്നും വേണ്ട ഫ്രണ്ട്. ഈ അപ്രീസിയേഷൻ നമ്മൾ എപ്പോഴും കമ്പനി പോളിസി. വി ഓൾവേസ് സപ്പോർട്ട് സ്മാർട്ട് വർക്കേഴ്സ്. ഓക്കെ സർ. സാറെന്ന് വിളിക്കണ്ട, എന്നെ സരോജ് വിളിച്ചാൽ മതി. ഓക്കെ സർ, ഞാൻ അങ്ങനെ വിളിക്കും. മൈ വീണ്ടും എന്താ സാറത്? അല്ല, അങ്ങനെയല്ല, ഇനി അങ്ങനെ വിളിക്കുക സരോജ്. ആ അങ്ങനെ സരോജ് വിളിക്കോ, മറ്റേത് മനസ്സിൽ നിന്ന് കളയും. ആൻഡ് കം ആൻഡ് മീറ്റ് മീ ഇൻ ദ ക്യാബിൻ. ഫ്രീ ആകുമ്പോൾ കേട്ടോ. മഹി, കോടതിയിൽ പോയിട്ട് എന്തായി? എന്താവൻ എപ്പോഴത്തെ പോലെ തന്നെ ഡിവോഴ്സിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകും. എനിക്ക് നിന്റെ ലോജിക്കാണ് മനസ്സിലാവാത്തത്. പിരിയാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും എന്തിനാ ചുമ്മാ സമയം കളയുന്നേ? അത് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താ, അവനോടത് മനസ്സിലാവണ്ടേ? ഇതിപ്പോൾ ഞാൻ എൻ്റെ അച്ഛനമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ അവനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലും. ശരിക്കും അങ്ങനെ തന്നെയാണോ? പിന്നല്ലാതെ നീ നിന്റെ ജോലി നോക്കിയേ. ഓ നീ അവിടെ തന്നെ ഇരുന്നോടാ, ഞാൻ എടുക്കൂല. എടുക്കാം. എന്തുവാ നീ എന്തെങ്കിലും പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞില്ല, നീ വർക്ക് നോക്കുക. പറഞ്ഞു എന്താ അറ്റാക്ക്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതല്ല നീ എന്തോ കാണിക്കണത്? അല്ല നിനക്ക് നീ എന്നെ പിന്നെ എന്തെന്നെ വിളിച്ചതറിയാ? അകത്ത് കയറാൻ വയ്യ. ഇനി വീട്ടിൽ വന്ന് എന്റെ കഥവും കൂടെ തുറന്നു തരാം. ഇവിടെ വന്ന് ഇങ്ങനെ എടാ മരപ്പോത്തെ ചാവി അവളുടെ കയ്യിലാണ് ഇരിക്കണം, മഞ്ഞയുടെ കയ്യിൽ. അവിടെ ഇതുവരെ വന്നിട്ടില്ല. എടാ നിങ്ങൾ ഒരുമിച്ചല്ലേ കളി അവിടെ നിന്ന് വന്നത്? അല്ല അഫ അവിടെ നിന്ന് വന്നപ്പോൾ നീ അവനെ വിളിച്ചോണ്ടു? ഇല്ല വിളിച്ചില്ലടേ. പൊടി എടാ നിനക്ക് അവളെയും കൂടെ വിളിച്ചോണ്ടെന്ന് എന്താ കുഴപ്പമെന്ത്? എനിക്ക് അപ്പം വിളിക്കാൻ തോന്നിയില്ല. നല്ലത് അല്ലെ, ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പം നിന്നവൻ്റെ അതിൻ്റെ ഒരു പഴഞ്ചൊല്ല് പറയാൻ വന്നു. അത് ഈ സിറ്റുവേഷനായിട്ട് ചേരില്ല. ഈ പഴഞ്ചൊല്ല് പറഞ്ഞുകൊണ്ടിരിക്കുക, തുറക്കുക എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടി. ഡേയ് ആ കാറിൻ്റെ അതിൻ്റെ സ്പെയർ കീ ഇരിക്കില്ലേ വീടിൻ്റെ, ഒരു തുറന്ന് കയറേ ഇല്ല. ഞാൻ പറഞ്ഞു തന്നു. ഇവിടെ മരമണ്ട സ്പെയർ കീ ഇല്ലാത്തോണ്ടല്ലേ ഞാൻ അവളെ നോക്കി നിൽക്കണത്. ഒട്ട അല്ല നീ താക്കോലുകൊണ്ട് കളഞ്ഞിട്ട് എന്നെ മണ്ടാന്നൊക്കെ വിളിക്കണെന്തിന്? ചുമ്മാ
അല്ലയാ സംഭവം നമുക്ക് കണ്ടുപിടിക്കുക. നീ ടെൻഷൻ വരി ഒന്നാമത് കക്കൂസി മുട്ടിക്കട വരി പിടിക്കല്ലേ. ഒരൈഡിയ ഉണ്ട്. നമ്മൾ മഹിയുടെ ഓഫീസിൽ പോകുന്നു, താക്കോല് വാങ്ങുന്നു, നീ അവിടെ ബാത്റൂമിൽ പോകുന്നു. എവിടെ? ഓഫീസിൽ. കക്കൂസിൽ നിന്ന് അവിടെ പോകാൻ പറ്റൂല. നീ അല്ലേ മുട്ടി നിൽക്കുന്നു. എടാ അവൻ ചുമ്മാ നീ പറയാൻ നടക്കുന്നില്ല, അവിടെ പോകാൻ പറ്റൂല. വേണേ പോയി ചായ വാങ്ങിക്കാം. എടാ ആവശ്യക്കാരൻ ആനന്ദ തുന്ദരമായിട്ട് കാര്യമില്ല മോനെ. എന്നുവെച്ചാൽ അത് ഒരുപാട് മീനും കൊണ്ട് നീ വണ്ടി എടു. അല്ല ചാവി വാങ്ങിക്കാം. ആ പോ, നീ പോ. ഇറങ്ങ്, നീ ഇറങ്ങ്. ബാക്കിൽ കൂടെ വന്നാൽ ശരിയാവൂല. വണ്ടി ഞാൻ ഇറങ്ങാം. വണ്ടി ഓടിക്കോ? ഇല്ല, സ്നഗ്ഗി വാങ്ങാനുള്ളതാണ്. ബോസ് ഭയങ്കര മുട്ടലാണല്ലേ. നാളത്തെ റിവ്യൂവിന്റെ കാര്യം എന്താവും എന്തോ, അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നും പ്രശ്നം വരില്ല. എന്തായി കാര്യങ്ങൾ? എല്ലാം ഓക്കെയാണ്. ക്രോസ് ചെയ്തായിരുന്നോ? ചെയ്തു സരോഷ്. ഭാഗമൊന്നുമില്ലല്ലോ. ഇല്ല, എല്ലാം ക്ലിയർ ആണ്. ഈ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. ഈ പ്രോജക്റ്റ് ഒന്ന് വിൻ ചെയ്തിട്ടാണ് ആ ജോമ പോയാൽ എനിക്കൊന്ന് ഓസ്ട്രേലിയ പോകാൻ. ഓ, അപ്പൊ ഈ കിടന്ന് കഷ്ടപ്പെടുന്ന നമ്മളെയൊന്നും കൊണ്ടുപോകാതെ സാർ തനിച്ച് പോവാണല്ലേ? പക്ഷെ അതെന്ത് വരുന്ന നീനു വരും. ഇപ്പോഴുള്ള ദർശന്മാരെ കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെ കൊണ്ടുപോകാതിരിക്കും. പ്രത്യേകിച്ച് മയ്യേ ചായയുടെ കൂടെ സ്നാക്സ് എന്തെങ്കിലും ഓർഡർ ചെയ്താ? എനിക്കൊന്നും വേണ്ട, സരോജ് വൈഫിന് മേടിച്ചു കൊടുത്താൽ മതി. ഈ പ്രോജക്റ്റ് ടെൻഷൻ്റെ ഇടയിൽ കൂടെ ഈ കോമഡിയൊക്കെ പറയപ്പെടുന്ന മൈയുടെ ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ, അത് അപ്രീഷിയേറ്റ് ചെയ്താൽ കണ്ടോ? അല്ല, എന്ത് ടെൻഷനാണുള്ളത്? എന്താ ടെൻഷൻ? അതായത് ഇവിടെ ഈ റിവ്യൂവിന് വേണ്ടി ഒരു ടെൻഷനൊന്നും ഇല്ലേ. എൻ്റെ തലയിൽ ഇവിടെ ടൈം പോകുമ്പോൾ വർക്കുള്ള പ്രഷറാണ്. ഞാൻ നിങ്ങളെ ഒന്നും അറിയിക്കുന്നില്ലേ. പണി നടക്കട്ടെ. പിന്നെ ചായ കുടിക്കുന്നില്ലേ? ശരി, എനിക്ക് ബ്രെയിനൊക്കെ ഒന്ന് വർക്ക് ചെയ്യണ്ടേ? വേണ്ട, ടോപ്പ് എവിടെ വാങ്ങിച്ചത്? ഹസ്ബൻഡ് മേടിച്ചു തന്നതാ. ആണോ? അതെ. ഈ കളറിനേക്കാൾ റെഡ് ആയിരുന്നേ കുട്ടി നല്ല ചേർന്ന്. എൻ്റെ ഹസ്ബൻഡോട് പറയുന്നത് റെഡ് വാങ്ങിച്ചാൽ പറയും. ഓക്കെ സാർ. ഒരു പണിയെടുക്കാത്ത അയാൾക്കെന്ത് ടെൻഷൻ? ഇത് പണിയെടുക്കാത്തതിൻ്റെ ടെൻഷനാണ്. എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചോ. പിന്നോടൊരു പ്രശ്നം ഉണ്ട് അയാൾക്ക് എൻ്റെ അടുത്താ. ഒന്ന് പോടി എണീറ്റ്. അതൊക്കെ ആ ജോമോനെ കാണിക്കുള്ള സ്ട്രാറ്റജി ഇല്ലേ? ക്രഷ്. മഹി എന്നാഴ്ച താഴെ ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആണോ? നീ ഒരു കാര്യം ചെയ്, ഞാൻ ഇവിടെ വന്നിട്ടില്ല എന്ന് പറ. അതെന്തിനാടേ? അത് ഞാൻ പറയാം. അങ്ങനെ തന്നെ പറയണേ. നീ എന്തിനാ കള്ളം പറഞ്ഞേ? അത് ചെറിയ പണിയാടി. നിന്റെ ഒരു കാര്യം. അളിയാ, എടാ ഈ 2 ബിൽഡിങ്ങിൽ ഏറ്റവും കൂടുതൽ വിറ്റ പൈസ കിട്ടുന്ന ഏതിനായിരിക്കും? എനിക്ക് അറിഞ്ഞൂടാ. നീ ചുമ്മാ ഇരുന്നൊന്നും ദേഷ്യപ്പെടണെന്തിന്? അല്ല ഡേയ്, ഈ ഇത്രയും പേർക്കുള്ള കക്കൂസ് ഇവിടെ എത്ര ഫ്ലോറിൽ നിനക്ക് എന്തിൻ്റെ കയറാ നിനക്ക്? ഞാൻ ഇതിലൊന്നും അതെ. മഹി വന്നിട്ടില്ല. വന്നിട്ടില്ലേ? ഇല്ല. ഫോണോടെ ഫോണത്തൊന്ന് വിളിച്ചു നോക്കുവാളെ. അയ്യോ, എൻ്റെ ഫോൺ ഓഫീസിലാണ്. അയ്യോ അല്ലേ? ഇവിടെ ബാത്റൂമോ? അതുണ്ടല്ലോ. ഒരാൾക്ക് പോകാൻ പറ്റും. എത്ര പേർക്കാണെങ്കിൽ പോവാം. പക്ഷേ ഹെഡ് ഓഫീസിൽ നിന്നല്ലെങ്കിൽ നമ്മൾ ആ വിസിറ്റ് പാസ് വാങ്ങേണ്ടി വരും. എടാ ഇത് നിങ്ങളെ ശരിക്കും ഇവിടെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യാം. അതല്ല കൊള്ളാം. എന്തിനാണ് ഇതൊക്കെ? ഇത് ഇവിടെ ഇങ്ങനെ ആണല്ലേ? ശരി. ഇതാ പോകുന്നതിന് ഇവിടെ കപ്പൂട്ടിക്ക് പാസ് എടുത്തിട്ടാണ് പോകുന്നത്. എന്തോ നിന്റെ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെന്ന്. അയ്യേ, ഇങ്ങനത്തെ കമ്പനിയിൽ ജോയിൻ ചെയ്ത് എന്നെ വിളിച്ചാൽ ഞാൻ പോകുമല്ലോ. അതിനൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെ എടുത്ത ചുമ്മാ ഡയലോഗ് അടിച്ചിട്ട് പാസ് വാങ്ങിച്ച് ബാത്റൂമിൽ പോകേണ്ട ഗതിയോടൊന്നും എനിക്കില്ല. ഓ ഡേ, ഇവിടെ തേഞ്ഞ് എന്ത് പെട്രോൾ ഇറങ്ങാൻ തോന്നുന്നു. ഇത് വണ്ടി സ്റ്റാർട്ടാ. ഒരു കാര്യം ചെയ്യും, ഞാൻ കുലുക്കി തരാം. നീ വണ്ടി ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യും. പക്കോസിപ്പോൾ മുട്ടിൽ ഇത് എൻ്റെ കഷ്ടം നോക്കിയാൽ അളയത് മൈയുടെ പ്രാക്റ്റാണ്. എടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചു, നിനക്ക് അവളെയും കൊണ്ട് മര്യാദയ്ക്ക് വീട്ടിൽ പോയാൽ പോരായിരുന്ന എന്നെ എന്തിനാണ് ഇത് ബുദ്ധിമുട്ടിക്കുന്നത്?
ഇവിടെ ആണെങ്കിൽ അവൻ്റെ അമ്മൂമ്മേരെ പാസ് വേണം കൂട്ടി പോയി. ഇപ്പം എന്ത് ചെയ്യും? ടെൻഷൻ ആവാതെ സമാധാനത്തിൽ കൂൾ. നീ സമാധാനത്തിൽ ഒന്ന് ഓണാക്കി നോക്ക്. ആവും അതെ ഓണോ പമ്പി വിട് നിന്റെ വണ്ടിയുടെ കാര്യം നടക്കുമ്പോ കക്കൂസി പോകാൻ വേണ്ടി ഞാൻ പെട്ട പാടുണ്ടല്ലോ. അല്ലേ അതിനുള്ള റിവെഞ്ചാണത് കേട്ടാ. അതിന് ഞാൻ ഓഫീസിൽ പോയില്ലല്ലോ. പോയല്ലോ. ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞു. ഞാൻ പോയൊന്നുമില്ല. നീ പോയെന്നുള്ള വിവരം എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. നീ പോയെന്നും ഏത് സമയത്ത് എപ്പോൾ അവിടെ ചെന്ന് കയറിയെന്ന് എപ്പോൾ ഇറങ്ങിയെന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞു തരാറുണ്ട്. ആണോ? എന്നപ്പോ കേസ് കൊടുക്ക്. വലിയ കാര്യമായി പോയി. തുറന്നില്ല. ഇത് തുറക്കൂലേ? ഞാൻ ലാസ്റ്റ് ചോദിക്കുന്നത് തുറക്കോ ഇല്ലയോ? തുറക്കൂല. ഈ വാങ്ങി ഞാൻ പൊളിക്കും. പൊളിക്കുന്നു പൊളിക്കും. എന്റെ അച്ഛന്റെ മോളാണ് ഞാൻ പൊളിക്കും. കാണുമല്ലേ? രൂപ 35,000 രൂപ എടുത്ത് വെച്ചില്ല മോൻ. പൈസ കൊടുക്കാൻ വേണ്ടിട്ട് എന്തോ അല്ലേ നിങ്ങൾ ഒന്നിച്ചാ ഞാൻ നിങ്ങൾ അത് കത്തി ഞാൻ തോറും പറയുന്നില്ലേ? കഷ്ടം. പണിയാണ്ടേ ഇവിടെ നിൽക്കൂ. ഇതിനെ പണിയാ എന്താ എന്താ ആ അഭിയേയും മഹിയേയും കൂടെ വേർപെടുത്താൻ നീ ഒന്ന് സഹായിക്കണം എന്നെ. സപ്പോർട്ടും കാണും. ഓ വെരി ഗുഡ്, നല്ല മോൻ. പോകണം.